സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹാലത്ത്. ഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസ്ഥ. ടീക്കെ, അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ഹാലത്ത് എന്ന് പറയുന്നത്. ടീക്കെ, ഇതെന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. ടീക്കെ, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഈ ഹാലത്ത് എന്ന് പറയുന്നത്. ടീക്കെ, അവസ്ഥ, കണ്ടീഷൻ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും സംസാരിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ പറയണം? ഈ മാത്രമേ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ. ഹിന്ദി ഗ്രാമറിനോട് കൂടി ഹിന്ദി പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം ഈ ക്ലാസ്സുകൾ കാണുക. ഓക്കെ. അല്ലാണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കണ്ടിട്ട് ജസ്റ്റ് വേർഡ്സ് മാത്രം പഠിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലുള്ളവരാണെങ്കിൽ ഓക്കെ, അവർക്ക് ഈ ക്ലാസ് ഗുണമായിരിക്കില്ല. ഓക്കെ. അപ്പം ഇവിടെ നോക്കുക, ഹാലത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീലിംഗം ശബ്ദമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മേരി വന്നത്. ഓക്കെ. ഇതിപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു ലേഡി പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ജെൻറ്റ് പറയുമ്പോഴും എപ്പോഴും എങ്ങനെ പറയണം? മേരി ഹാലത്ത് ഖരാബ് ഹേ, മേരി ഹാലത്ത് ഖരാബ് ഹേ, എൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. മേരി ഹാലത്ത് ഖരാബ് അങ്ങനെ എനിക്ക് മതലബ് മുझे ബുക്കാർ ഹേ, അല്ലെങ്കിൽ മേരി തബിയത്ത് ഖരാബ് ഹേ. തബിയത്ത് എന്ന് പറയുന്നത് എന്താണ്? അതും ഇതിൻ്റെ കൂടെ തന്നെ പറയാം. തബിയത്ത് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല. അപ്പോൾ തബിയത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീലിംഗമാണെന്ന് നിങ്ങൾ ഓർക്കുക. ടീക്കെ. അപ്പോൾ ഹാലത്ത്, തബിയത്ത്, ഇത് രണ്ടും എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. ടീക്കെ. മേരി തബിയത്ത് ഖരാബ് ഹേ, എൻ്റെ തബിയത്ത് സുഖമില്ല. ഇപ്പം മേരി ഹാലത്ത് ഖരാബ് ഹേ, ഫൈനാൻഷ്യലി നമുക്ക് അങ്ങനെയും പറയാം. മേരി ഹാലത്ത് കബി ഖരാബ്, ഫൈനാൻഷ്യലി തോടാ ഖരാബ് ഹേ എന്ന് പറയും. അപ്പോൾ അതായി ഹാലത്ത്, കണ്ടീഷൻ, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്. ഉസ്കി ഹാലത്ത് പേലസെ ബുരി ഹേ. ഉസ്കി, ഇവിടെ ഉസ്കി എന്ന് പറഞ്ഞാൽ അവൻ്റെതാവാം അല്ലെങ്കിൽ അവളതാവാം. ടീക്കെ. നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണ്. ഓക്കെ. അതൊരു സ്ത്രീ ആവാം പുരുഷനാവാം, രണ്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും ഉസ്കി ഹാലത്ത്. കാരണം എന്താണ്? ഹാലത്ത് സ്ത്രീലിംഗമാണ്. ടീക്കെ. ഉസ്കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. ബുരി ഹേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വന്നു? ഹാലത്ത് സ്ത്രീലിംഗമാണ്. ടീക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാത്ര, ഉസ്കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. നമ്മളൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്തായി? യാർ ഉസ്കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. എന്താണ്? അവൻ്റെ കണ്ടീഷൻ പഴയതിനെക്കാട്ടിയും കുറച്ചും കൂടിയും കഷ്ടമായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉസ്കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. ടീക്കെ. അപ്പോൾ ഈ കീ വന്നു, ഇവിടെ ഈ വന്നു. ടീക്കെ. സ്കൂൾ കി ഹാലത്ത് വന്നുകൊണ്ട് സ്കൂൾ എന്ന് പറയുന്നത് സ്കൂളിനെ നോക്കിയിട്ടല്ലേ നമ്മൾ കീ ഇട്ടത്. അപ്പോൾ ഹാലത്തിനെ നോക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്കൂൾ കി ഹാലത്ത്. അപ്പം കീ വന്നത് എങ്ങനെയാണ്? ഈ ഹാലത്ത് ഒരു സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അപ്പോൾ സ്കൂൾ കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ അല്ലേ. ഇങ്ങനെ വെച്ച് പോയി പറഞ്ഞു നോക്കൂ. സ്കൂൾ കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. സ്കൂളിൻ്റെ കണ്ടീഷൻ പഴയതിനെക്കാട്ടിയും കുറച്ചും കൂടി മോശമായി, അല്ലെങ്കിൽ സ്കൂൾ കി ഹാലത്ത് ഖരാബ് ഹേ. ടീക്കെ. അപ്പോൾ സ്കൂൾ കി ഹാലത്ത്. ഗർ കി ഹാലത്ത്. ഗർ നിങ്ങൾക്കറിയാം പുല്ലിംഗമാണ്. ബട്ട് കീ വന്നു. എന്തുകൊണ്ട് വന്നു? ഹാലത്ത്. മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഗർ കി ഹാലത്ത്, ഗർ കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. ഗർ കി ഹാലത്ത് പെഹലേസെ ബുരി ഹേ. ഗർ കി ഹാലത്തോ ദേക്കോ. നീ നിൻ്റെ വീട്ടിൻ്റെ അവസ്ഥ നോക്കിനാ എന്നങ്ങനെ പറയും. ഗർ കി ഹാലത്തോ ദേക്കോ. ഗർ കി ഹാലത്തോ ദേക്കോ. നീ വീട്ടിൻ്റെ അവസ്ഥ നോക്കി. ടീക്കെ. കപ്പടേ കി ഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാലത്ത് വന്നു. ടീക്കെ. കപ്പട എന്താണ്? കപ്പടേ, ഇത് ബഹുവചനാണ്. ബട്ട് കപ്പട എന്ന് പറയുന്നത് ഒരു പുല്ലിംഗമാണ്. ടീക്കെ. അപ്പം എന്താ? ഈ കപ്പടേ കി ഹാലത്ത് തോ ദേക്കോ. നീ ഇട്ട ഡ്രസ്സിൻ്റെ അവസ്ഥ നോക്കടാ എന്ന് അറിയില്ലേ. അപ്പം എന്താണ് നമ്മൾ പഠിച്ചു? കീ. ഇവിടെ കീ നിങ്ങൾ പഠിച്ചു. കീ എങ്ങനെ ഉപയോഗിക്കേണ്ടത് അല്ലേ. അടുത്ത വേർഡ് നോക്കി, അടുത്ത വേർഡ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? ഇത് സ്ത്രീലിംഗമാണ്. അപ്പം എന്തായി? കീ വന്നു. അപ്പം പറഞ്ഞു തന്നു ഞാൻ, ഹാലത്തൊരു സ്ത്രീ ലിംഗമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈ ചേർക്കണം. അത് കൂടാണ്ട് ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും ടീക്കെ, തെരി ഹാലത്ത് ഖരാബ്. ടീക്കെ. അല്ലെങ്കിൽ തെരി ഹാലത്ത് എന്നേ പറയുള്ളൂ. നിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നമ്മൾ പറയില്ലേ ഉസ്കി ഹാലത്ത് ഖരാബ്. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.